വരാഹ അവതാരം കപില വാസുദേവൻ ചെയ്യുന്ന ജ്ഞാനോപദേശം. ഇത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോ. ഒരു ആമുഖം പറയാം. മഹാവിഷ്ണുവിൻ്റെ കാവൽക്കാരായ ജയനും വിജയനും സനകാദി മുനികളുടെ ശാപത്താൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി ജനിക്കാൻ പോകുന്ന ഭാഗവും ഇവർ സന്ധ്യാസമയത്തെ ജന്മമായതിനാൽ ക്രൂരന്മാരായി വളരുകയും ഹിരണ്യാക്ഷനെ വധിക്കാൻ വേണ്ടി വരാഹമായിട്ട് അവതരിക്കുന്നതാണ് ഈ ഭാഗം. അടുത്തത് കർദമനും ദേവഹൂതിക്കും പറഞ്ഞ മകനാണ് കപില വാസുദേവൻ. അദ്ദേഹത്തിൻ്റെ അമ്മ മകനോട് ജ്ഞാനോപദേശം തേടുന്നതും അമ്മയ്ക്ക് മകൻ ഉപദേശിച്ചും കൊടുക്കുന്നതാണ് അടുത്ത ഭാഗം. ഓം ഗം ഗണപതേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എങ്കിലോ കേട്ടാലും നീ മുന്നമങ്ങൊരു ദിനം പങ്കജസഹൻ മറഞ്ഞിടുവാൻ തുടങ്ങുമ്പോൾ സന്ധ്യോപാസന ചെയ്തു കശ്യപ പ്രജാപതി ചന്തമായിരുന്നളവന്തികേ ചെന്നാളുടൻ കാമപീഡിതയായ കാമിനി ദിതി മനസ്കാമവേഗേന ഭർത്താവോടുടനപേക്ഷിച്ചാൾ. ഇപ്പോഴിങ്ങനെക്കുള്ളിലാഗ്രഹം ദിതിയെങ്കിൽ മുൽപ്പാടി വണ്ണമൊരു ദർപ്പമുണ്ടായില്ലല്ലോ. നിസ്ത്രവമീവം പറഞ്ഞിടിന മനോജ്ഞയോടുൾത്താരിൽ വിചാരിച്ചു കശ്യപൻ താനും ചൊന്നാൻ. എന്തെടോ മനോഹരേ, നിന്മനോഗതമിതമെന്തൊരു കഷ്ടം കുറഞ്ഞൊന്നുള്ളിൽ ക്ഷമിയാതെ സന്ധ്യാവേളയിങ്കലിക്കൂട്ടനാചാരങ്ങളെ ചിന്തിച്ചിടരുതെന്നു നീ അറിയാഞ്ഞല്ലോ. പാർക്കേണം കുറഞ്ഞൊന്നിങ്ങനെ പലവുരു ചെൽക്കണ്ണാതന്നോടനുസരിച്ചു വാത്സല്യത്താൽ കശ്യപൻ പറഞ്ഞത് കേളാതെ മുതിർന്നുടൻ ആശ്ലേഷിച്ചംഗവേകാശയാ മനോഹരിയും വായിക്കുമാനന്ദത്തോടെ വായ്ക്കൊണ്ടാളധരവും നീക്കിനാൾ നിവിബന്ധം എന്തൊരു പരാധീനം. അങ്ങനെയെല്ലാം അവൾ കോപ്പിട്ടോരളവിങ്കൽ അങ്കജന്താനും മലരമ്പുകൾ തൂകിടിനാൻ. തിങ്ങിനോറത്യാനന്ദം ഉൾക്കൊണ്ടു മുനീന്ദ്രനും സംഘവേഗേന രമിച്ചിടിനാനാകും വണ്ണം. ഗർഭവും അവൾക്കുടനുത്ഭവിച്ചത് പുഴുദർഭകനുടെ കൊടും ക്രൂരമാം തേജോമയാൽ ദിക്കെങ്ങും ഘോരാകാരമായി ചമഞ്ഞത് കണ്ടിട്ട് ഉൾക്കാമ്പിലതിഭയം ഉൾക്കൊണ്ടു ദേവാദികൾ പുഷ്കരോത്ഭവനോടു ചോദിച്ചാരതിൻ മൂലം ഇക്കാലം എന്തെന്നരുൾ ചെയ്യണമെന്നീ വണ്ണം. കേട്ടുടനവരോടു ബ്രഹ്മാവും ചിരിച്ചുടൻ കേട്ടാലും പരമാർത്ഥം എന്നരുൾ ചെയ്തിടിനാൻ. പണ്ടൊരു ദിനം സനകാദികൾ മുകുന്ദനെ കണ്ട് വന്ദിപ്പാനങ്ങ് വൈകുണ്ഠലോകത്തിങ്കൽ ചെന്നടുത്തളവുതാൻ ഗോപുരദ്വാരാന്തികെ നിന്നുടൻ തടുത്തൊരു ജയനും വിജയനും താപസശാപത്താലെ ദാനവന്മാരായി വരും. ശ്രീപതി വധിച്ച് സായുജ്യവും വരുത്തീരും. കേവലം അവർ വന്ന് ദിതിതൻ ഗർഭത്തിങ്കൽ ആവൃഭൂതന്മാര് ആവാനാരംഭിച്ചതിനാലേയും ഘോരന്മാരുടെ തേജസ്സായതി കാണായി വന്നത് ആരുമില്ലവരോടു നേരെ നിൽപ്പതിനെങ്ങും. മാധവൻ ജഗൽപതിതാനവർകളെ കൊല്ലും ബാധകൾ നമുക്കേതെങ്കില്ല. പോയാലും നിങ്ങൾ സാദരം ബ്രഹ്മാവരുൾ ചെയ്തീ വണ്ണം കെട്ട് മോദേന ദത്തസ്ഥാനം പ്രാപിച്ചാരമരരും ദാനവപ്രവരനാ ഹിരണ്യകശിപുവും മാനിയാ ഹിരണ്യാക്ഷൻ താനുമങ്ങതുകാലം. ജാതരായപ്പോൾ കണ്ട ദുർനിമിത്തങ്ങൾ ചൊൽവാനേതുമീ നമ്മാൽ അരുതങ്ങ് അവരിരുവരും വേഗേന വളർന്നതി മുഷ്കരന്മാരായി വന്നാർ. ഭാഗവതാഢ്യന്മാരെ ദീക്ഷിച്ചാരനുദിനം വാരിജാസനൻ തന്നെ സേവിച്ചാർ വീണ്ടും വണ്ണം. പാരാതെ തങ്ങൾക്കുള്ളിൽ ചേരുന്നവരങ്ങളും
വീരന്മാർ വരിച്ചുകൊണ്ട് ഈരേഴു ലോകങ്ങളും വീറോടുകൂടെ ജയിച്ച് ഏകശാസനയാലേ മാരാരി മുരഹരന്മാരാദിനാഥന്മാരെ പേരാരും പറയുമ്പോൾ അരുതെന്നാക്കിയിടിനാൻ. പാരാതെ തിരുനാമം ആരാനും ചൊല്ലിയിടുകിൽ പാരതിലവരുടെ അല്ലാതെ അരുതല്ലോ. ലോകങ്ങൾക്കെല്ലാം നാഥന്മാർ തങ്ങളൊഴിഞ്ഞില്ലെന്ന് ആകെയങ്ങടക്കി വാണിടിനാ ജഗത്രയും. അങ്ങനെ ഹിരണ്യാക്ഷൻ നാനാദിഗ്ജയാർത്ഥം അങ്ങ് താനൊരു ഗതാപാണിയായ കതാറിൽ തിങ്ങിന മതം കൊണ്ടു സഞ്ചരിച്ചിടും കാലം അങ്ങോടിങ്ങോടു പീഡിച്ചൊളിച്ചാരെല്ലാവരും. തന്നോടു നേരിട്ടാരുങ്ങില്ലാഞ്ഞോരളവൻ അർണവം തന്നിൽ ചെന്ന് ഇറങ്ങി തിമിർപ്പോടെയും തിങ്ങിടും തിരനിരമാലകൾ ഗത കൊണ്ടങ് അങ്ങോടിങ്ങോടു തല്ലിത്തകർത്തുടൻ ചെന്നടുത്തളവതി ഭീതനായൊളിച്ചോടിച്ചെന്ന് പാശിയും മധുവൈരിയോടവസ്ഥകൾ ചൊന്നളവ് അതികോപം പൂണ്ടു മാധവനൊരു പന്നിയായി അരവിന്ദ സംഭവ നാസാരന്ധ്രം തന്നിൽ നിന്നവതരിച്ച് അന്വേഷിച്ചിടുന്നേരം ഖിന്നനായ സുരനും ചെന്നു പാതാളം പുക്കാൻ. ഭൂമിയെ ധരിച്ചൂടും ദാനവൻ താനാ സ്തബ്ധരോമാവായടുത്തൊരു നാഥനെ കാണായപ്പോൾ വേപതു ശരീരനായാടുകാൽ തുടർന്ന് സന്താവേഗേന ചുഴന്നാഹന്ത ചെറുത്തുടൻ താടനം ചെയ്താൻ. ഗത കൊണ്ടതേലാതെ ചുഴന്നീടിന കിടീന്ദ്രനും കൂടവേ ലഘുതരം ഭീതനാവനുടൽ കീറുമാറുടനതി ക്രോധമുൾക്കലർന്ന് നിന്നാശുതാൻ പൊങ്ങിയിടിനാൻ. താനുടൻ കുതിച്ചുയർന്നിടിനാനതിന് വേഗേനനാഥനും അവനിഞ്ഞിഴിഞ്ഞിടുന്നേരം തേജിതറിനദംഷ്ട്രാഗ്രേണ പാഞ്ഞണഞ്ഞളവ് ആചരണാനുവേഗാലാശ സംഭ്രമിച്ചുടൻ ചീലന്നു ചുഴന്നു വട്ടം തിരിഞ്ഞതു നേരം വ്യാളിയെ പോലെ തുടർന്നിടിനാൻ മുകുന്ദനും. മാറി നിന്ന സുരനും കേവലങ്കത കൊണ്ട് വീറോടു മുതുകിലാമാറുടൻ താടിക്കുമ്പോൾ കൂടവേ തിരിഞ്ഞ് പാഞ്ഞിടിനാം ജഗന്നാഥൻ. പാടവം കലർന്നവൻ താൻ അനന്താന്തർഭാഗേ താവിനാനത് കണ്ട് ദേവദേവേശൻ താനും മേവിനാൻ ചിറകുള്ള ഖോണിയെന്നതുപോലെ കീറിനാനതു പൊഴുതങ്ങവയവങ്ങളങ്ങ് ഏറിനോഴൽ പൂണ്ടു ദാനവപ്രവരനും വാരിതി തന്നിൽ ഗത കൊണ്ടറഞ്ഞുന്തിത്തള്ളി പാരാതെ ഗതാഗ്രം കൊണ്ടു നിമുക്കിനാനപ്പോൾ ക്ഷീണതയൊഴിഞ്ഞുയർന്നങ്ങ് അധോമുഖത്തൊടും താണവൻ മുതുകുഴുതാറേഴു കീറും വിധവും ചോര കൊണ്ട് അഭിഷിക്തനായവൻ തളർന്നഹോം കാരണജലത്തിൽ വീണിടിനാനേകതാം. നാഥനും പല വാരിജിവിരോരോ വിധം പ്രാർത്ഥനാകൃതിയിൽ വിളയാടിനാറാകും വണ്ണം കേവലം പലപുരു വിങ്ങനെ പലകാലം ദേവാരി വാസുദേവന്മാ കലഹിക്കും വിധോ വാരിജാസനൻ മുതലായവരെല്ലാം ഇനി പോരും ഇക്കളിയെന്ന് നാഥനെ സ്തുതിക്കുമ്പോൾ കാലമൊട്ടേറെ കഴിഞ്ഞിടിനൊരനന്തരം കാലാത്മാജഗന്മയനാകിയ നാരായണൻ ദാനവനുടൽ മധ്യേ കീറിനാനെന്നുള്ളതേ മാനസേ വിചാരിച്ചാലാവതൊന്നുള്ളൂ ചൊൽവാൻ. മാനിയാം അവൻ മരിച്ചിടിനൊരനന്തരം ക്ഷോണിയേദംഷ്ട്രാഗ്രേ ചേർത്താശുതൽ സ്ഥാനത്തിങ്കൽ സ്ഥാപിച്ചിടിനാൻ മഹായജ്ഞാംഗസ്വരൂപകൻ.
താപത്യാഗായ മുനി മണ്ഡലാസ്തുതിച്ചേരും ദാതാവു തന്നെ കൊണ്ടു കേവലൻ സൃഷ്ടിപ്പിച്ചാൻ പ്രീതയാമവനീലമ്മാറു നിരന്തരം സാമോദമേവം കേട്ടു സൃഷ്ടിഭേദങ്ങൾ കേൾപ്പാൻ മോദേന ചോദിച്ചൊരു വിതുരർ തന്നോടപ്പോൾ ശ്രീമൈത്രേയനും സർവസൃഷ്ടിഭേദങ്ങളെല്ലാം സാമോദം കപിലാവതാരാന്തമരുൾ ചെയ്താൻ തൽപ്രബന്ധങ്ങളെല്ലാം എങ്ങനെ പറയുന്നു സുപ്രബോധേന ഗ്രഹിക്കുന്നതല്ലെന്നാകിലും കർദമൻ തപസ്സു ചെയ്തേറ്റവും പ്രസാദിപ്പിച്ച് ഉത്തമ പുരുഷാനുഗ്രഹത്തെ സിദ്ധിച്ചുടൻ ചിത്തസന്തുഷ്ട്യാ വാഴും കാലത്തു മനുപുത്രി മുഗ്ധരൂപിണി ദേവഹൂതിയാം കന്യാരത്നം തത്സമനായുള്ളൊരു മർത്യനു നൽകിയിടുവാൻ ഇത്രിലോകത്തിങ്കൽ ആരുള്ളതെന്നനേകം നാൾ നീളവേതിരഞ്ഞു കണ്ടിടിന മുനീന്ദ്രന് വ്രീളലോചന തന്നെ നൽകുവനെന്നോർത്തപ്പോൾ ചീലന്ന് തേർമേലേറ്റിക്കൊണ്ടുപോയങ്ങു ചെന്ന് വാളേലും മിഴിയാളെ കൊടുത്ത സ്വയംഭുവൻ താനതിമോദം പൂണ്ട് കർദമനവളെയും സാനന്ദം വിവാഹം ചെയ്ത് ആനന്ദിച്ചിരിക്കുന്നാൾ ശുശ്രൂഷാദികളായ സൗജന്യ ഗുണങ്ങൾ കണ്ടച്ച മാനസനായ കർദമൻ പ്രസാദത്താൽ ലബ്ധമാം വിമാനമാരുകെ ലോകേഷു നടന്ന് എത്രയും ആനന്ദിച്ചു ഭർത്താസാമുഗ്ധാംഗിയും അക്കാലം അവൾ പെറ്റിട്ടൊമ്പതു മകളരും ചൊൽക്കൊണ്ട കപിലനാ മാമുനി പ്രവരനും പൃഥ്വിയിൽ ഉളവായാരെന്നതിൽ പെണ്ണുങ്ങളെ സത്വരം മരീചി മുഖ്യന്മാർ കൈക്കൊണ്ടിടിനാർ ശ്രീകപിലാഖ്യം തപോ നിഷ്ഠയാം പരബ്രഹ്മയോഗാനന്ദവും ചേർന്ന് മീവിനാനനുദിനം അങ്ങനെ ചെല്ലും കാലം കർദമെന്ന് വൃത്തനായങ്ങതി സുഖപരമാത്മാനം ചേർന്നിടിനാൻ എന്നതിനനന്തരം താപസി ദേവഹൂതി ചെന്നു നന്ദനായ കപിലാശ്രമം ബുക്കാൾ വന്ദിച്ചു മാതാവിനെ കണ്ടകം തെളിഞ്ഞവിൻ നന്ദിച്ചു സൽക്കാരം ചെയ്തിരുത്തിയിരിക്കുമ്പോൾ ചോദിച്ചാൾ മകനോട് നല്ലതെന്തെനിക്കിനി ശോകത്യാഗാർത്ഥം ബന്ധമോക്ഷത്തെ വരുത്തുവാൻ ഞാൻ എന്തു ചെയ്യേണ്ടുന്നത് എങ്ങനെ വീണ്ടും പരമാനന്ദ സാധ്യം പറഞ്ഞിരു നീ മടിയാതെ മാതാവിങ്ങനെ ചോദിച്ചന്നേരം കപിലനും പ്രീതനായതിനുടൻ ഉത്തരം ചൊല്ലിടിനൻ നിത്യമീ ശരീര സംബന്ധ ഭാവത്താൽ ബന്ധം തത്ര തദ്വിരക്തി വന്ന് ആത്മാഭിരമ്യത്വത്താൽ മുക്തിയും മനോജയമുണ്ടെങ്കിൽ സദ്യോഗത്താൽ ഭക്തിയും ഭവിക്കുന്നു മർത്യയോനികൾക്കെല്ലാം നിശ്ചയം മനസതിൻ കാരണമെല്ലാറ്റിനും സച്ചിദാത്മാനന്ദ സംസിദ്ധ്യർത്ഥം പുരുഷാർത്ഥം ഇത്തമാത്മജൻ വചനങ്ങളെ ശ്രുത്വാപി സംഭക്തയാം തപസിനിദാനത ചോദ്യം ചെയ്താൾ ഭക്തിലക്ഷണങ്ങളും യോഗലക്ഷണങ്ങളും ഒക്കെ നീ വഴി പോലെ വിസ്തര ചൊല്ലിയിടണം ചൊല്ലുവനെങ്കിൽ ഭക്തി സാത്വികയല്ലോ മുഖ്യ കല്യാണമോടു ചേർന്നു യോഗമായതു മോക്ഷം സ്വയം പ്രകൃത്യം കാലാത്മാവാം പരമാത്മാത്തിൽ സ്വയം ജ്യോതിർഭാവാനന്ദ സംരതിയാലും വീര്യമാശ്രയമായിട്ടുണ്ടായി മഹത്തത്വം കാര്യമായതിലഹങ്കാരം എന്നറിയണം വൈകാരം
രാജസം താമസം എന്നേവം 3 ഭാഗമായി നിൽക്കും മായാജാതങ്ങൾ ഭൂതങ്ങൾ പോൽ. അതിങ്കൽ നിന്നുണ്ടായി ചതുർവിംശതി തത്വം, അതിങ്കേനുളവായി ബ്രഹ്മാണ്ഡ വിരാടംഗം. അതിനു ചൈതന്യമാകുന്നതു പരബ്രഹ്മം, അതു മായയാ യോഗമാത്മസംഭിന്നങ്ങളും. അങ്ങനെ വർത്തിക്കുന്ന മായയാ ജഗത്തെല്ലാം ഇങ്ങനെ പരിഭ്രമിച്ചിടുന്നു സംസാരാബ്ദവും എന്നതിൽ മനോജയം വന്നുകൂടുകിലപ്പോൾ. തന്നുടെ മൂലം പരമാത്മാനം പ്രാപിച്ചിടാം. ആത്മയോഗത്തിനെളുതല്ലല്ലോ വിചാരിച്ചാൽ. ആത്മാവാം നാരായണ ധ്യാനത്തെ ചൊല്ലാമല്ലോ. ഇന്ദ്രനീലാഭംബരമിന്ദിരാ മനോഹരം, ചന്ദ്രികാമൃദുസ്മിത സുന്ദരമുഖാംബുജം, കുണ്ടലമകര സുബിംബിത വിലാസഹൃദ്ഗണ്ഡമണ്ഡലം, നാസാതുംഗമംഗലപ്രഭം, പങ്കജാരുണനേത്രം, കൗസ്തുഭവനമാലാദ്യങ്കിത ശ്രീവത്സവക്ഷോദേശം ചതുർഭുജം, ശംഖുചക്രാബ്ജഗദാധ്യായുധാദ്യലങ്കൃതം, പങ്കജമകൾ നിവാസാലയം പീതാംബരം, നാഭിപങ്കജം പാദപത്മമാനന്ദപ്രദം, ശോഭിതലലാടോർധ്രപുണ്ഡ്രകമലകാഭം, ഹാരകേയൂരകിരീടാങ്കുലീയക കാഞ്ചീ ചാരു സർപ്പാലങ്കൃത ശോഭിതകളേബരം. ധ്യാനതൽപരന്മാർക്കു നിത്യവുമകക്കാമ്പിൽ മാനസാനന്ദം വളർന്നിടുന്നു സദാകാലം. ലോഹിതപ്രഭങ്ങിലാം നേത്രരാജസഗുണാദീഹയാ ഭാഗവതാനുഗ്രഹം സൃഷ്ടിക്കയും. കേവലം ചെയ്യുന്നത് അത്യാനന്ദസ്മിതമായ ദാവല്യാകാര സാത്വികത്തിനാലതു തന്നെ പാലനം ചെയ്യുന്നിതും. സന്തതം നീലാളകജാല താമസഗുണാനന്വഹമവരുടെ മാലയും പരിതാപസംഹാരം ചെയ്യുന്നിതും. ലീലാകാലമേ പുനരെന്നെല്ലാം തോന്നും വണ്ണം പേലകൾ മായാവിലാസങ്ങളെത്രയും ചിത്രം. പാലനപരായണനാത്മാവാ നാരായണൻ വേദാന്തപ്പൊരുളായ ദിവ്യരൂപാംഗങ്ങളെയും പാദാദികേശാന്തം തന്മാനസമുറപ്പോളം ശീലിച്ചുകൊള്ളുന്നാകില്ലെത്രയും അത്യുത്തമം. വേലയിൽ അനുഗ്രഹമുണ്ടെങ്കിൽ ഗിളുതല്ലോ ഓരോ രംഗങ്ങൾ ചിത്തതാരിങ്കലുറപ്പിച്ചാൽ. പാരാതെ മറ്റേതുങ്കലാക്കുമ്പോൾ അത് പിന്നെ മാനസം തന്നിൽ കിടക്കായിൽ മറ്റതേ പോരും. നേരെ പിന്നെയും മേന്മേലവണ്ണം തന്നെ പോരും. പാദപങ്കജം പീതവാസസം മാഭിപത്മം സൂദരബന്ധം ബ്രഹ്മാണ്ടോദയ ജഡരാഭം. ശ്രീവത്സവക്ഷോദേശം കൗസുഭവനമാലാ ശോഭിതകളസ്ഥലം. പാണികൾ മുഖപത്മം, നേത്രങ്ങൾ അളകങ്ങൾ കുണ്ടലദ്വന്ദ്ങ്ങളും ഊർധപുണ്ഡ്രവും കിരീടാന്തം. ഇങ്ങനെ തന്നെ തന്നുടെ മനസ്സുറപ്പുളവും കൂടെ കൂടെ പിന്നെയും പിന്നെയും മേന്മേലനുദിനം നിത്യം ധ്യാനിച്ചു മനക്കാമ്പിൽ പ്രത്യക്ഷമാകും നേരം താനേ വന്നുറച്ചിടും ഭക്തിയും ഇളകാതെയും. ഭക്തിയുണ്ടായാൽ പിന്നെ മുക്തിയും വന്നിടുന്നു. ഭക്തിയും ചതുർവിധമുണ്ടല്ലോ ചൊല്ലിടുവൻ. താമസി രാജസിയും സാത്വികേ ഗുണാതീത സാമാന്യൻ രണ്ടു മോക്ഷദായിനികൾ പോലും എന്നതിൽ ഗുണാതീത വന്നുദിച്ചിടുന്നാകിൽ തന്നുടെ മനക്കാമ്പിൽ ഇച്ഛയില്ലെന്നാകിലും തന്നിടും മോക്ഷം
സ്വധർമ്മേണ നിസ്പൃഹന്നത് വന്നുകൂടിയിടും അവൻ തന്നോടു മഹിമയും. മറ്റൊരു പുരുഷനില്ലെന്നു ചൊല്ലുന്നു വേദം, കുറ്റമില്ലവന് ഒന്നുകൊണ്ടും അങ്ങൊരിടത്തും. ഭക്തിയില്ലാതെ പുരുഷാധമന്മാർക്ക് ഓരോരോ ശക്തികൾ കൊണ്ട് സംസാരത്തിൻ ബന്ധവുമുണ്ടാം. അത്യന്തം ദുഃഖാത്മകം സംസാരമെന്നാകിലും ചിത്തത്തിൽ മായാവശാലങ്ങ് അതിലപേക്ഷിക്കും. തൃഷ്ണയും നിമിത്തമായുൾത്താരിലറിഞ്ഞിടും. തൃഷ്ണ കൂടാതെയും ഉണ്ടാകുന്ന കർമ്മങ്ങളാൽ സ്വർഗവും നരകവും വന്നുകൂടിയിടുന്നുപോൽ. ഒക്കെ രണ്ടിലുമങ്ങു സുഖങ്ങൾ ഇടതോറും അപ്പോഴോ സുഖം നിരൂപിച്ചതിലപേക്ഷിക്കും. ഉൾപ്പൂവിലതുകൊണ്ട് രാഗങ്ങൾ വർദ്ധിക്കുന്നു. പുണ്യപാപങ്ങൾ രണ്ടും കർമ്മഭേദങ്ങളാലേ വന്നുകൂടിയിടുന്നു. നൂനം സംസാരഭ്രമണത്താൽ പാപത്താൽ മൃതികാലെ യമദണ്ഡവും അനുപ്രാപിക്കും. നരകവും ഗർഭകനാകുന്നവൻ വേദന പൂണ്ടു കിടക്കുന്നേരം തത്വജ്ഞാനം സാധിച്ച് ഭഗവത് സേവാരതനാകും നേരം മാസങ്ങൾ തികഞ്ഞുടൻ ജാതനായി വരും. പിന്നെയും മാതാവാലനുദിനം രക്ഷിക്കും പിതാവാലും. അങ്ങനെ ദേഹം പോഷിച്ചോരോരോ വിഷയങ്ങൾ സംഘിച്ച് കർമ്മങ്ങളെ ചെയ്തനുദിനം കർമ്മനീതികൾക്കൊത്തവണ്ണമേ ഗതിഭേദം. കർമ്മങ്ങൾ സംസാരത്തിൽ വന്നനുഭവിക്കുന്നു എന്നെല്ലാം ഇരിക്കുമ്പോൾ ഭക്തി കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാൽ പുരുഷാർത്ഥം സാധിക്കാവോ നല്ലല്ലോ. നിർണയമെന്ന് ഇത്യാദി മാതാവോടരുൾ ചെയ്തു. നിർണയം വരും വണ്ണം ആത്മതത്വാർത്ഥത്തെയും തന്നിലമ്മാറു കാട്ടിക്കൊടുത്തെളിയിപ്പിച്ച് അന്യൂനാനന്ദം വളർത്തഞ്ചസാരമിപ്പിച്ചാൻ. വന്നിടുന്നതു തന്നെ നിത്യവും ശീലിച്ച് ആത്മസന്നിധോ സർവം സമർപ്പിപ്പവനപ്പോൾ മോക്ഷം പിന്നെയങ്ങതോ ഗതി വന്നുകൂടായും വണ്ണം എന്നെല്ലാം അനുനയിച്ചയച്ചാൻ മാതാവിനെയും. തന്മകൻ തനിക്ക് ആത്മജ്ഞാനാർത്ഥം ഗ്രഹിപ്പിച്ചത് അമ്മയും തെളിഞ്ഞു കണ്ടാനന്ദവിവശയായി. നന്ദനൻ ആശീർവാദം ചെയ്ത് അനുജ്ഞയും കൊണ്ട് നിന്നു വന്ദിച്ചു നിജ ദേഹാദിഭ്രമങ്ങളും. നിർമായം ഉപേക്ഷിച്ചു സന്മയം പരബ്രഹ്മം അംബരസമം സർവാർത്ഥേഷു കണ്ടുണർവോടെ ലോകേഷു നീളി നടന്ന് ആനന്ദാത്മാനം ചേർന്ന് ശോകനാശനമായ സംസാരമോക്ഷത്തെയും സാധിച്ചാളെന്നെല്ലാം ചൊല്ലും തൃതീയത്താലുടൻ ബോധിപ്പിച്ച് സംക്ഷേപിച്ചുടൻ കിളിപ്പെണ്ണും. ശ്രീ മഹാഭാഗവതം തൃതീയ സ്കന്ധം സമാപ്തം.